ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നോർമൽ കുക്കിംഗ് വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ എല്ലാവർക്കും പരാതി. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചൊരു സാലഡിൻ്റെ റെസിപ്പി തന്നെ ചെയ്ത് പപ്പടാക്കി കളയാമെന്ന്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാ വെജിറ്റബിൾസും പറക്കിയെടുത്തോ, ഒന്നും വിടണ്ട. എല്ലാം നല്ലപോലെ കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്ത് വെക്കുക. പിന്നെ അവക്കാഡോ ഇതിൻ്റെ ഡ്രസ്സിങ്ങിന് നല്ലതാണ്. അപ്പോൾ അതിൻ്റെ അവക്കാഡോ നല്ലപോലെ പഴുത്ത അവക്കാഡോ എടുത്ത് ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഓരോന്ന് അതിൻ്റെ വേവ് അനുസരിച്ച് കുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അധികം കുക്ക് ചെയ്യേണ്ട. അപ്പോൾ ആദ്യം നമ്മുടെ സവാളയും ബ്രക്കോളിയും പിന്നെ നമ്മുടെ കോണും ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടി കൊടുക്കുക. കുറച്ച് നേരം വാട്ടിയാൽ മതി. അത് കഴിയുമ്പോൾ ക്യാരറ്റും നമ്മുടെ മൾട്ടി കളർ ആയിട്ടുള്ള ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. കുക്കുംബർ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, നമുക്ക് ലാസ്റ്റ് ഇടാം. എന്നിട്ട് അതിൽ വേണ്ട നമുക്ക് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും നല്ലപോലെ ഇളക്കി മിക്സാക്കി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ വേണ്ടത് ചിക്കൻ നല്ലപോലെ ഫ്രൈ ചെയ്തിട്ട് അത് കട്ട് ചെയ്തിട്ടുള്ളതാണ് ചെറിയ പീസാക്കിയിട്ട്. നമുക്ക് കുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം, എയർ ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ ഇടാം കേട്ടോ. എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സാക്കി കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കുക്കുംബറും കൂടി ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ ഇളക്കി മിക്സാക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പോർഷൻ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് എന്തോരാണ് കഴിക്കേണ്ടത് അതൊരു ഡവറയിലേക്ക് മാറ്റാം. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള അവക്കാഡോ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലെ കൂടെ നമ്മളുടെ തൈര്, ചെറിയ പുളിയുള്ള തൈര് 1, 2, 3 സ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ടത് നല്ലപോലെ ഇളക്കി മിക്സാക്കി സെറ്റാക്കിയിട്ട് കഴിക്കാം. ഈ കാണുന്ന പോലെ നല്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്, പ്രോട്ടീൻ റിച്ച് ആണ്. അപ്പോൾ സാലഡ് ഇഷ്ടമുള്ള ആളുകൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.